ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മഹാലക്ഷ്മി സീരിയലിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ ഉണ്ണി തന്നെ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് മുത്തശ്ശിയുടെ കയ്യിൽ നിന്നും കുടുംബ വീടും അതുപോലെ തന്നെ ആഭരണങ്ങളും എല്ലാം കൈക്കലാക്കി എന്നുള്ള ഞെട്ടിക്കുന്ന സത്യം കരുണ തിരിച്ചറിയുന്നതും അതിനുശേഷം കരുണയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ചില നീക്കങ്ങളുമാണ് ഇന്നത്തെ എപ്പിസോഡിലൂടെ പറയാനായിട്ട് പോകുന്നത്. അങ്ങനെ നമ്മുടെ സിദ്ധിയായിട്ടുള്ള അമ്മ മഹാലക്ഷ്മിയുടെയും കണ്ണൻ്റെയും കുഞ്ഞിൻ്റെ ഭാവിയെക്കുറിച്ച് ചില ഞെട്ടിക്കുന്ന പ്രവചനങ്ങൾ മാർക്കോയെ അറിയിക്കുന്നു. സർപ്പദംശനം ഏറ്റ് വിഷം ഉള്ളിൽ ചെന്നാൽ പോലും ആ കുഞ്ഞിന് ഒന്നും സംഭവിക്കില്ല എന്നും, പക്ഷേ ആ കുഞ്ഞിൻ്റെ വളർച്ചയെക്കുറിച്ചല്ല ഭാവിയെക്കുറിച്ചാണ് എനിക്ക് ആശങ്ക. ആ കുഞ്ഞ് വളർന്ന് വലുതായി വിവാഹപ്രായം എത്തിക്കഴിഞ്ഞാൽ ദൈവാധീനമുള്ള ഒരാൾ തന്നെ അതിനെ വരനായിട്ട് വന്നില്ല എങ്കിൽ അതിൻ്റെ ദാമ്പത്യം നല്ല രീതിയിൽ മുന്നോട്ട് പോകില്ല എന്നും, ജനന സമയം അറിയാവുന്നതുകൊണ്ട് തന്നെ ആ കുഞ്ഞിൻ്റെ ജാതകം ഗണിച്ചു നോക്കിയെന്നും, ലക്ഷ്മി മോളെ പോലെ ലഗ്നത്തിൽ വ്യാഴാണെന്നും, അതായത് മഹാലക്ഷ്മിയെക്കാളും കണ്ണനേക്കാളും ഒക്കെ 1000 ഇരട്ടി നന്മയുള്ള പെൺകുട്ടിയായിരിക്കും അവളെന്നും, മാത്രമല്ല ഇനി കണ്ണനും മഹാലക്ഷ്മിക്കും അല്ല പ്രതിസന്ധികൾ നേരിടാൻ പോകുന്നത് ആ കുഞ്ഞിനായിരിക്കുമെന്നും, ലക്ഷ്മി മോളുടെ അമ്മ മോഹിനി രണ്ടാമത് വിവാഹം കഴിച്ചെങ്കിലും അവരൊരു ദുർമനടപ്പുകാരിയായ സ്ത്രീയല്ല, ഈശ്വരനെ പ്രാർത്ഥിച്ചു കഴിഞ്ഞ സാത്വികയാണ്. കണ്ണൻ്റെ അച്ഛനും അമ്മയും ആണെങ്കിലും അങ്ങനെ തന്നെ ആ ഗുണങ്ങൾ തന്നെയാണ് കണ്ണൻ്റെ മഹാലക്ഷ്മിക്ക് കിട്ടിയിരിക്കുന്നത്. ഈ കുഞ്ഞിൻ്റെ കാര്യത്തിലും അത് തന്നെയാണ് സംഭവിക്കാൻ പോകുന്നത് എന്നും അമ്മ കൂട്ടിച്ചേർക്കുന്നു. പിന്നീട് അനന്തുവിൻ്റെ വീട്ടിൽ നൂലുകെട്ടിൻ്റെ ഒരുക്കങ്ങളൊക്കെ നടത്തുന്നു. നൂലുകെട്ട് കഴിഞ്ഞാൽ മഹി കുഞ്ഞിനെയും കൊണ്ട് പോകുമോ എന്നുള്ളൊരു വിഷമമാണ് ലേഖയ്ക്ക്. ലേഖയുടെ വിഷമം കാണുന്ന മഹി ഞാൻ കുഞ്ഞിനെ പ്രസവിച്ചു എന്നേ ഉള്ളൂ എന്നും, ലേഖയും ആ കുഞ്ഞിൻ്റെ അമ്മ തന്നെയാണെന്ന് പറഞ്ഞുകൊണ്ട് ലേഖയെ ആശ്വസിപ്പിക്കുന്നു. തുടർന്ന് ജർമ്മനിയിലേക്ക് തിരികെ പോകുന്ന കാര്യങ്ങളെക്കുറിച്ചെല്ലാം കണ്ണൻ ചോദിക്കുമ്പോൾ തിരികെ പോകാനാണ് തീരുമാനമെന്നും, പക്ഷേ ഞങ്ങൾ പോകുമ്പോൾ നിങ്ങളും ഞങ്ങളുടെ കൂടെ വേണമെന്നെല്ലാം ലേഖ പറയുമ്പോൾ അത് നടക്കില്ല എന്നും, ഇവിടുത്തെ ബിസിനസ്സൊക്കെ വിട്ട് എങ്ങനെ വരാനാണെന്ന് കണ്ണൻ ചോദിക്കുന്നു. നിങ്ങളും ഇഷ്ടം പോലെ സമ്പാദിച്ചു കൂട്ടിയില്ലേ, ഇനി ഇവിടെ തന്നെ സെറ്റിൽ ചെയ്തുകൂടെ എന്ന് കണ്ണൻ ചോദിക്കുമ്പോൾ, അല്ലെങ്കിൽ എൻ്റെ ബിസിനസ്സിൽ പാർട്ട്ണർ ആവാനൊക്കെ അനന്തുവിനോടായിട്ട് കണ്ണൻ പറയുന്നു. കുഞ്ഞിനെയും കൊണ്ട് മഹി പോയി കഴിഞ്ഞാൽ പിന്നെ ലേഖയെ ആശ്വസിപ്പിക്കാനും സ്വയം എനിക്കും സമാധാനം കണ്ടെത്തേണ്ടി വരൂ എന്ന് പറഞ്ഞുകൊണ്ട് അനന്തു ഇമോഷണൽ ആകുന്നുണ്ട്. പെട്ടെന്ന് തന്നെ മഹി ആ വിഷയം മാറ്റുകയാണ്. അതായത് അമ്മ നൂലുകെട്ടിന് വരുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അമ്മ വരണം എന്ന ആഗ്രഹം പ്രകടിപ്പിച്ചു കഴിഞ്ഞാൽ എനിക്കൊരിക്കലും തടയാൻ കഴിയില്ല എന്ന് കണ്ണൻ പറയുന്നതും, അതിനോടൊന്നും എനിക്കൊരിക്കലും യോജിക്കാൻ കഴിയുന്നില്ല എന്ന് പറയുന്നുണ്ട് ലേഖ. ഏതായാലും ശത്രുക്കളൊക്കെ പുറത്ത് വന്നിരിക്കുന്ന ഈ ഒരു സമയത്ത് ഇനി അവരെന്തെങ്കിലും ഗൂഢാലോചന പ്ലാൻ ചെയ്യുമോ എന്നുള്ള ഒരു ഭയമാണ് കേട്ടോ മഹിക്കുള്ളത്. പിന്നീട് കരുണാലയത്തിലെത്തുന്നു. പ്രതാപനെ കാണാൻ വേണ്ടിയിട്ടുള്ള വരവാണ് കരുണയുടേത്. മോഹിനി കരുണയോട് സ്നേഹത്തോടെ സംസാരിക്കുന്നുണ്ട്. കാരണം എത്രയൊക്കെയായാലും സ്വന്തം മോളല്ലേ, പക്ഷെ കരുണയാണെങ്കിൽ ഞാൻ ഈ അനുഭവിക്കുന്നതിനൊക്കെ കാരണം അമ്മയാണെന്നും, അമ്മ പ്രാർത്ഥിച്ച് എൻ്റെ ജീവിതം ഇങ്ങനെയാക്കി, അമ്മയ്ക്ക് എന്നും മൂത്ത മോള് നന്നായിട്ട് ജീവിക്കുന്നത് കാണുന്നതാണല്ലോ ഇഷ്ടം എന്നെല്ലാം പറഞ്ഞുകൊണ്ട് മോഹിനിയെ കുത്തുവാക്കുകൾ പറഞ്ഞ് വേദനിപ്പിക്കുന്നു. പിന്നീട് പ്രതാപൻ്റെ അടുത്തേക്ക് ചെല്ലുന്ന കരുണ പ്രതാപൻ്റെ അവസ്ഥ കണ്ട് സങ്കടം സഹിക്കാനായിട്ട് കഴിയുന്നില്ല. നഷ്ടപരിഹാരം വേണമെന്ന വാശിയിൽ നിൽക്കുന്നത് എൻ്റെ ഭർത്താവാണെന്നും, പക്ഷേ കണ്ണേട്ടൻ എന്തായാലും കേസുമായിട്ട് തന്നെ മുന്നോട്ട് പോകും, അച്ഛനും അമ്മാവനും തൂക്കുകയർ വാങ്ങിച്ചു തരും എന്നൊക്കെയുള്ളൊരു വാശിയിലാണ് കണ്ണേട്ടൻ എന്നുള്ള കാര്യങ്ങളെല്ലാം കരുണ അറിയിക്കുന്നുണ്ട്. അപ്പോൾ അത് കേട്ട് ഞെട്ടിപ്പോവാണ് പ്രതാപനും മുത്തശ്ശിയും. എൻ്റെ വയറ്റിൽ ഈ കുഞ്ഞില്ലായിരുന്നെങ്കിൽ ഞാൻ എൻ്റെ ഭർത്താവിനെ ഉപേക്ഷിച്ച് വരുമായിരുന്നു എന്നും, എന്തൊക്കെ പറഞ്ഞാലും കണ്ണന് ലക്ഷ്മി എന്ന് വെച്ചാൽ ജീവനാണ്. എൻ്റെ ഭർത്താവിന് ഞാൻ പ്രഗ്നൻ്റ് ആണെന്ന് അറിഞ്ഞിട്ട് പോലും അതിൻ്റെ ഒരു സന്തോഷവും ഇല്ല. ഇനി പണച്ചെലവ് കൂടുമല്ലോ എന്നുള്ളൊരു ചിന്തയാണ് അയാൾക്ക് എന്നെല്ലാം ഉണ്ണിയെക്കുറിച്ച് പറയുന്നുണ്ട് കേട്ടോ കരുണ. ഏതായാലും ഇനി കണ്ണൻ കേസുമായിട്ട് മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിരിക്കുന്ന സ്ഥിതിക്ക് ബാക്കിയുള്ള സ്വത്തുക്കൾ മുഴുവൻ വിൽക്കേണ്ടി വരുമെന്ന് പ്രതാപനും മുത്തശ്ശിയും കരുണയെ അറിയിക്കുന്നു. പിന്നീട് കണ്ണൻ കമലേശ്വരത്ത് തിരികെ എത്തുന്നുണ്ട്. തുടർന്ന് നൂലുകെട്ട് കഴിഞ്ഞാൽ മഹിയെയും കുഞ്ഞിനെയും ഞാൻ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരുമെന്നും, പിന്നെ ഞാൻ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ, ഉണ്ണി നടന്നു തുടങ്ങിയാൽ അവൻ ഇനി സ്വന്തമായിട്ട് അധ്വാനിച്ച് കുടുംബം നോക്കട്ടെ, അതായത് വീട് മാറി താമസിക്കാനായിട്ട് നീ നിൻ്റെ മനസ്സിനെ പാകപ്പെടുത്തണം. എൻ്റെ കുഞ്ഞ് കഴിയുന്ന ഈ വീട്ടിൽ എന്ത് വിശ്വസിച്ചാണ് ഞാൻ നിങ്ങളെ താമസിപ്പിക്കുന്നത്, അതുകൊണ്ട് മറ്റൊരു വീട് കണ്ടെത്താൻ നീ ഉണ്ണിയോട് പറയണമെന്നെല്ലാം കണ്ണൻ തീർത്ത് പറയുമ്പോൾ, ഞാൻ ഇവിടുത്തെ മുഴുവൻ ജോലിയും ചെയ്ത് എങ്ങനെയെങ്കിലും കഴിഞ്ഞോളം കണ്ണേട്ടാ, ഇവിടെ നിന്നും ഇറങ്ങിക്കഴിഞ്ഞാൽ എൻ്റെ ഭർത്താവ് എന്നെയും എൻ്റെ കുഞ്ഞിനെയും നോക്കുമോ എന്നുള്ളൊരു കാര്യം പോലും എനിക്ക് ഉറപ്പില്ല, അതുകൊണ്ട് കണ്ണേട്ടൻ വിട്ടുവീഴ്ച ചെയ്യണം എന്നെല്ലാം കരുണ പറഞ്ഞു നോക്കുന്നുണ്ടെങ്കിലും ഇതെല്ലാം തീരുമാനിക്കുന്നത് ഇവിടേക്ക് കുഞ്ഞുമായിട്ട് മടങ്ങി വരുന്ന എൻ്റെ ഭാര്യയാണെന്ന് തന്നെ കണ്ണൻ തുറന്നു പറയുന്നു. ഏതായാലും കണ്ണൻ്റെ ഈ ഒരു തീരുമാനം കേട്ട് കരുണ വല്ലാതാകുന്നുണ്ട്. കാരണം കമലേശ്വരത്തെ സുഖവും സൗകര്യങ്ങളും ഒന്നും ഉണ്ണിക്ക് ഒരിക്കലും തരാൻ കഴിയില്ല എന്നുള്ളൊരു കാര്യം കരുണയ്ക്ക് നന്നായിട്ട് അറിയാം.
അതിനുശേഷം കരുണ ഉണ്ണിയുടെ അടുത്തേക്ക് ചെല്ലുന്നു. എന്നിട്ട് കണ്ണൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം അറിയിക്കുന്നുണ്ട്. ഇവിടെ നിന്നും ഇറങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ എന്നെ എങ്ങനെയുള്ള വീട്ടിലേക്കാണ് കൊണ്ടുപോകാൻ പോകുന്നത് എനിക്ക് നന്നായിട്ട് അറിയാം. സ്വന്തം ഭാര്യയെയും കുഞ്ഞിനെയും സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് നല്ലൊരു വീട് പോലും നിങ്ങൾ വാടകയ്ക്ക് എടുക്കാൻ പോകുന്നില്ല. നിൽക്കക്കള്ളി ഇല്ലാതെ വന്നു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ മുത്തശ്ശിയോട് പറയും മുത്തശ്ശിയുടെ തറവാട് വേണമെങ്കിൽ വിൽക്കാൻ, എന്നിട്ട് നമുക്ക് ടൗണിൽ എവിടെയെങ്കിലും നല്ലൊരു വീട് വാങ്ങാം എന്നെല്ലാം കരുണ പറയുമ്പോൾ അത് വിൽക്കാൻ നിൻ്റെ മുത്തശ്ശിക്ക് കഴിയില്ല. ആ വീട് ഇപ്പോൾ എൻ്റെ സ്വന്തമാണെന്ന് നിനക്കറിയില്ലല്ലോ എന്നെല്ലാം ഉണ്ണി സ്വയം മനസ്സിൽ പറഞ്ഞു ചിരിക്കുന്നു. പിന്നീടാണ് ദുർഗ ആ ഒരു ഞെട്ടിക്കുന്ന സത്യം കണ്ണനെ അറിയിക്കുന്നത്. ഉണ്ണി അവളെ ഈ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു വന്നത് വെറുതെയല്ലെന്നും കരുണയുടെ മുത്തശ്ശി അവരുടെ കുടുംബ വീട് ഉണ്ണിയുടെ പേരിൽ രജിസ്റ്റർ ചെയ്തു കൊടുത്തു. ശേഷിക്കുന്ന സ്വർണവും അവർ ഉണ്ണിക്ക് കൊടുത്തു. കരുണ അറിയാതെ എന്ന് ദുർഗ പറയുന്നത് കേട്ട് കണ്ണന് ദേഷ്യം അടക്കാനായിട്ട് കഴിയുന്നില്ല. സ്വന്തം അച്ഛനെ കൊന്നവൻ്റെ മകളാണെന്നറിഞ്ഞിട്ടും കുറച്ച് പണം കിട്ടും എന്നറിഞ്ഞപ്പോൾ കരുണയെ കൂട്ടിക്കൊണ്ടുവന്ന ഉണ്ണിയുടെ ആ ക്രൂര മനസ്ഥിതി ആലോചിച്ച് കണ്ണന് നിയന്ത്രണം വിട്ടു പോകുന്നു. അങ്ങനെ കണ്ണൻ രണ്ടും കൽപ്പിച്ച് ഉണ്ണിയുടെ മുറിയിലെത്തിയിട്ട് നീ കരുണയെ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് അവളുടെ മുത്തശ്ശിയുടെ കയ്യിൽ നിന്നും വീടും പറമ്പും സ്വർണ്ണവും ഒക്കെ വാങ്ങിച്ചെടുത്തു അല്ലേ എന്ന് കണ്ണൻ ചോദിക്കുമ്പോൾ അതൊക്കെ എന്നായാലും എനിക്ക് തന്നെ വന്നു ചേരേണ്ടതാണ്, അതിത്തിരി നേരത്തെ ആയി പോയിന്നേ ഉള്ളൂ, ഇനി ആ അപകടത്തിൻ്റെ നഷ്ടപരിഹാരവും ഞാൻ എങ്ങനെയെങ്കിലും വാങ്ങിച്ചെടുക്കും എന്നെല്ലാം ഉണ്ണി പറയുമ്പോൾ നിൻ്റെ അച്ഛൻ്റെ മരണത്തിൻ്റെ കൂലിയാണ് നീ കണക്ക് പറഞ്ഞ് വാങ്ങിക്കുകയെന്ന് ഓർമ്മ വേണമെന്ന് പറഞ്ഞുകൊണ്ട് കണ്ണൻ ഉണ്ണിയുടെ കരണം അടിച്ചു പൊട്ടിക്കുന്നു. അവരുടെ ഈ സംസാരം എല്ലാം കരുണ കേൾക്കാനിടയാവുന്നു. അതോടുകൂടി തന്നെ ഉണ്ണി തന്നെ കൂട്ടിക്കൊണ്ടുവന്നത് തന്നോടുള്ള സ്നേഹം കൊണ്ടൊന്നുമല്ല, മുത്തശ്ശിയെല്ലാം അയാളുടെ പേരിൽ എഴുതി കൊടുത്തിട്ടാണ് എന്നുള്ളൊരു മഹാസത്യം കരുണ തിരിച്ചറിയുന്നു. അപ്പോൾ നമുക്ക് കാത്തിരിക്കാം വരാൻ പോകുന്ന ത്രില്ലിംഗ് ആയിട്ടുള്ള എപ്പിസോഡുകൾക്കായിട്ട്. ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്